ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ സൂരയത്തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ അർത്ഥചിന്തയിൽ ആദ്യത്തെ ശ്ലോകമാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജന്മാദ്യസ്യേതൊന്നയാതിതരത ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഹ്യന്തി യത്സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്രത്തി സർഗൂമുഷ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം ഇത് ഏതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ആ ബ്രഹ്മത്തിനെ ധ്യാനിക്കണം. സത്യം പരം ധീമഹി, പരമമായ സത്യം. അതിൻ്റെ ഗുണങ്ങൾ ആദ്യത്തെ പറഞ്ഞു ജന്മാദികൾ, രണ്ടാമത് പറഞ്ഞു അന്യാതിതരത, ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചം, വേറെയല്ല. മൂന്നാമതോ അർത്ഥേഷ്വഭിജ്ഞ, അർത്ഥം പഞ്ചഭൂതങ്ങൾ എന്നർത്ഥം. അതിൽ എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് ഭഗവാൻ നിൽക്കണു, നമ്മളോ ഭഗവാനെ അറിയുന്നില്ല. ഇനി നാലാമത് സ്വരാട്ട്, സ്വയം പ്രകാശ സ്വരൂപൻ. അഞ്ചാമത് ബ്രഹ്മാവിന് സൃഷ്ടി സാമർത്ഥ്യം നൽകിയവൻ, വേദജ്ഞാനം നൽകിയതുകൊണ്ട് സൃഷ്ടി സാമർത്ഥ്യം ഉണ്ടായി. അതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? നമുക്കും ഈശ്വര ഉപാസന കൊണ്ട് അസാധാരണ കാര്യങ്ങൾ നടക്കാത്തത് നടക്കും. ഹനുമാൻ സമുദ്രം ചാടുക എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവമാണോ? അല്ല. അപ്പോൾ ഉപാസന കൊണ്ടും രാമഭക്തി കൊണ്ടും സിദ്ധി കൊണ്ടും കിട്ടിയതാണ്. മറ്റെത്ര വാനന്മാരുണ്ട്, അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് കാര്യവും സാധിക്കും എന്നുള്ളതിനാണ് ബ്രഹ്മാവിന് സൃഷ്ടി സാമർത്ഥ്യം നൽകി കാണിച്ചത്. മുഹ്യന്തി യത് സൂര്യ എന്നത് പണ്ഡിതന്മാർ കൂടി ഈശ്വരനെ അറിയാൻ കുഴങ്ങണു, അല്ലെങ്കിൽ അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇനി തേജോ വാരിമൃതാം യഥാവിനിമയ, ഭൂമി, വെള്ളം, വായു, ആകാശം മുതലായിട്ടുള്ളത് ഈശ്വരൻ്റെ തന്നെ രൂപമാണ്. പിന്നെ അന്വയാതിതരത എന്ന് പറയുന്നത് ചേർച്ച കൊണ്ട്, ഈശ്വരനും ഈശ്വരനല്ലാത്തതും ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുക. ഏതെങ്കിലും ഒന്നാവുമ്പോൾ ഇല്ല. ഈശ്വരൻ മാത്രമായ പ്രപഞ്ചമില്ല, ജഡം മാത്രമായ പ്രപഞ്ചത്തിന് ചലനമില്ല. രണ്ടും ചേരുമ്പോഴാണ് അന്വയാതിതരത എന്ന് പറഞ്ഞത്. എത്ര തിസർഗോമുഷ, സൃഷ്ടിയാകുന്ന പ്രപഞ്ചം അജ്ഞാനികളെ സംബന്ധിച്ച് സത്യമാണ്, ജ്ഞാനികളെ സംബന്ധിച്ച് അമൃഷ എന്ന് പറഞ്ഞാൽ കളവ്. അജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം സത്യമാണ്, ജ്ഞാനികളെ സംബന്ധിച്ച് പ്രപഞ്ചം സത്യമല്ല, ബ്രഹ്മമാണ് സത്യം. അങ്ങനെയുള്ള ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങി ഈ രണ്ടാമത്തെ ശ്ലോകം. ധർമ്മപ്രോച്ചിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംബാപരേ ഈശ്വര സദ്യോഹൃതി അവരുത്തതേത്ര കൃതിഭി ശിശുഷുഭി തക്ഷണാത്. നേരത്തെ നമ്മൾ ധ്യാനിക്കണം, ഈശ്വരനെ പ്രാപിക്കണം. സത്യം പരം ധീമഹി. ഇവിടെ വന്നിട്ട് ഈശ്വരനെ അറിയാതെ ഇവിടുന്നാണ് പോവുകയെന്ന് വെച്ചാൽ എത്ര വലിയൊരു നഷ്ടം. അത് ഈ നല്ലൊരു ശരീരം കിട്ടിയിട്ട്, മനുഷ്യ ശരീരം കിട്ടിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജീവിതം വ്യർത്ഥാണെന്നാണ്. അപ്പോൾ എങ്ങനെ ആ ഈശ്വരനിലേക്ക് എത്താം, അല്ലെങ്കിൽ ഈശ്വരനെ അറിയാം? മാർഗങ്ങൾ പലതാണ്. ധ്യാനയോഗം, അധയോഗം, ഒരുപാട് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഗ ഒരു മാർഗമാണെന്ന് പറയുന്നു ചിലർ. എത്രയോ മാർഗങ്ങളുണ്ട് ധ്യാനയോഗം. പക്ഷെ അതിനേക്കാളൊക്കെ സാധാരണക്കാർക്ക് പറ്റുന്നത് ഭക്തിയോഗമാണ്. ഭക്തിയോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രപഞ്ച ജീവിതം വേണ്ടാന്ന് വെക്കണ്ട. പ്രപഞ്ച ജീവിതത്തിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തുകൊണ്ട് ഈശ്വരനെ ഭജിക്കാവുന്ന ഒരു മാർഗം ഭക്തിയോഗമാണ്. സന്യാസത്തിലോ ജ്ഞാനയോഗത്തിലോ അങ്ങനെയുള്ള എന്താ പറയുക, വിരക്തി മാർഗം, നിവൃത്തി മാർഗത്തിൽ ലോകകാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അത് രണ്ടും സാധിക്കും. രണ്ടും സാധിക്കുക എന്നതാണ് സാധാരണക്കാരൻ ആവശ്യം. എല്ലാം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറാവില്ല. ഇപ്പം പത്നി വേണം, കഴിയാനൊരു വീട് വേണം, ഒരു വരുമാന മാർഗം വേണം, കുട്ടികൾ വേണം,
പിന്നെ കൃഷിയോ വ്യവസായമോ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതൊക്കെ ഒറ്റയടിക്ക് വിട്ടുകളയാൻ പറ്റാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ. വേണ്ട, വിട്ടുകളയണ്ട, അതെല്ലാം ചെയ്തോളൂ. ഈശ്വരമാർഗത്തിൽ ഭക്തിയോടുകൂടി ആ പ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യാം. പിന്നീട് വിരക്തിയിലേക്ക് എത്തുകയും ചെയ്യാം. പെട്ടെന്ന് അടിക്ക് വേണ്ടാന്ന് വെക്കണ്ട. അപ്പം ആ ഭക്തി യോഗത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ തന്നെ പലതും ഉണ്ട്. 9 വിധം ഭക്തിയോഗമുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കഥാശ്രവണമാണ് ഏറ്റവും എളുപ്പവും ഉത്തമവും. അപ്പോൾ ആ കഥ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അവിടേക്ക് എത്തും കൂടി ചെയ്താൽ കഥാശ്രവണം വളരെയധികം ഫലപ്രദമാണ്. ചെറിയ കുട്ടികൾക്കും കൂടി കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈശ്വര കഥകളിൽ കൂടി ആ മനസ്സ് ഭഗവാനിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ്. ആ കഥാശ്രവണം ഏറ്റവും നല്ലത് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ വിധത്തിൽ കേൾക്കുകയാണ്. ഇപ്പോൾ ഭക്തി ഉണ്ടാവും, ജ്ഞാനം ഉണ്ടാവും, വിരക്തി ഉണ്ടാവും, ഒടുവിൽ മോക്ഷവും എല്ലാം ഈ ഭാഗവതം കൊണ്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഭക്തിയോഗത്തിൽ കൂടി അവിടേക്ക് എത്തിക്കുക. ആ ഭക്തിയോഗത്തിന് ഭാഗവതത്തെ അടിസ്ഥാന പ്രമാണമായിട്ട് സ്വീകരിക്കുക. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനിയായിട്ടുള്ള വേദവ്യാസനാൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം കൊണ്ട് നേരത്തെ പറഞ്ഞ ബ്രഹ്മത്തിലേക്ക് എത്തുക. എന്താണ് ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? അതാണ് മുന്നത്തെ വരിയിൽ പറഞ്ഞത്. അങ്ങനത്തെ ഭാഗവതം എന്ന് പറഞ്ഞു. എങ്ങനത്തെ ഭാഗവതം? ധർമ്മ പ്രോച്ചിത കൈതവോത്ര പരമോ, പ്രോച്ചിത കൈതവോത്ര പരമോ ധർമ്മ അത്ര വർണ്ണ്യതേ. ഈ ധർമ്മം 2 തരത്തിലുണ്ട്. ഒന്ന് കൈതവ ധർമ്മം, കൈതവം അല്ലാത്ത ധർമ്മം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ? കളവ്, വ്യാജം. അതിനെയാണ് നമ്മൾ കൈതവം എന്ന് പറയുക. കൈതവമില്ലാത്തത് എന്ന് പറഞ്ഞാൽ വ്യാജമില്ലാത്തത്, ശുദ്ധം. കൈതവ ധർമ്മം അങ്ങനെ ഒന്നുണ്ടോ? കൈതവമില്ലാത്ത ധർമ്മം ഭാഗവതത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റതൊക്കെ കൈതവധർമ്മമാണോ? ഏതാണ് കൈതവധർമ്മം, ഏതാണ് കൈതവ അല്ലാത്ത ധർമ്മം? അങ്ങനെ ചോദ്യം വരുമല്ലോ. കൈതവധർമ്മം എന്നിവിടെ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിലുള്ള കാര്യം പറയുന്നതിന് പകരം ചിലതൊക്കെ പറഞ്ഞ് ജനങ്ങളെ അതിലേക്ക് പ്രേരണ കൊണ്ടുവന്ന് മോക്ഷമാർഗത്തിലേക്ക് ആനയിക്കുക. അതാണ് കൈതവം എന്നാണ്. നിങ്ങൾക്കൊക്കെ ഈ പ്രപഞ്ചത്തിനോട് വിരക്തിയാണ് വേണ്ടത്, ഇതൊന്നും വേണ്ട, ശാശ്വതമല്ല, ഒക്കെ വിട്ട് ഈശ്വരനെ ഭജിച്ചോളിൻ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ പലരും അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവും. സത്യം അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അപ്പം എന്ത് വേണം? അത് ചില പ്രത്യേക വിധത്തിലൊക്കെ പറഞ്ഞ് ആളുകളെ മെല്ലെ അതിലേക്ക് അങ്ങോട്ട് ചാടിക്കുക എന്ന് പറയുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറയണത്? ഇന്ന രീതിയിൽ ചെയ്താലോ കേട്ടാലോ ഇന്ന ഫലം ഉണ്ടാവും. ശരിക്കും ആ ബലശ്രുതി ഒരു ശരിയല്ല എന്നാണ് പറയണത്. ബലശ്രുതി പറയണതിൻ്റെ രോചനാർത്ഥ ബലശ്രുതി. ഈ കഷായം ഉണ്ടായിരുന്നു പണ്ടെന്ന്, ഇപ്പോൾ കഷായമൊന്നുമില്ല. ഇത് കുടിക്കുമ്പോൾ കഷായം സംഗതി ഉണ്ട് കേട്ടോ, പലർക്കും അത് വേണ്ടാന്നേ ഉള്ളൂ. കഷായമൊക്കെ എല്ലാതും ഉണ്ട്, പണ്ടത്തെ കഷായങ്ങളൊക്കെ ഇന്നും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അത് കുടിക്കില്ല, കഷായം കുടിക്കുമോ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ശർക്കരപ്പൊട്ടോ കൽക്കണ്ടോ തരാം, ഇത് കുടിച്ചാൽ എന്ന് പറഞ്ഞാൽ അവർ വേഗം കുടിക്കും. ഇത് കുടിച്ചാലെങ്കിലും കൽക്കണ്ടോ ശർക്കരപ്പൊട്ടോ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ കഷായം കുടിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ശർക്കരയോ കൽക്കണ്ടോ മധുരമോ കിട്ടലല്ല, രോഗം മാറലാണ് അല്ലേ? അപ്പോൾ രോഗം മാറുക എന്ന ഉദ്ദേശം അതിലേക്ക് എത്തിക്കുകയാണ് കുട്ടിയെ. കുട്ടി പോലും അറിയാതെ കുട്ടി അത് വേഗം എങ്ങനെയെങ്കിലുമൊക്കെ കുടിച്ചിട്ട് ആ കൽക്കണ്ടം കഴിക്കലാക്കുക. ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്ത് ഈശ്വര ഭജനം നടത്തിയാൽ ഫലം കിട്ടും എന്ന പ്രേരണ കൊടുക്കുകയാണ്. ശരിക്കും അവിടെ കൈതവ ധർമ്മമുണ്ട്. ഒന്നാമത് ഉദ്ദേശം അതല്ല, മോക്ഷമാർഗത്തിലേക്ക് കൊണ്ടുവരലാണ് ഉദ്ദേശം.
എന്താണ് കൈതവം എന്ന് പറയാനുള്ള കാരണം? അത് ചിലപ്പോൾ ബലിച്ചോളണമെന്ന് 100% ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള വിശ്വാസം കൂടി ആണ് പോവും. ഞാൻ ഇപ്പം എത്രയോ ഭജിച്ചു, എനിക്ക് എന്തേ കാര്യം ഉണ്ടായി, ഞാൻ എന്തൊക്കെ ചെയ്തു, എനിക്ക് കുട്ടികളുണ്ടായില്ലല്ലോ, ഇങ്ങനെ ചിന്ത വരും. കാരണം പൂർവ്വജന്മയോഗത്തിന് ഒരു കുട്ടികൾക്ക് ഉണ്ടാവാൻ യോഗമില്ല. വെച്ചാൽ എന്ത് ചെയ്താലും അവർക്ക് ഉണ്ടാവില്ല. ഇതാണ് യഥാർത്ഥ ധർമ്മം. ഇത് യഥാർത്ഥ ധർമ്മമാണ്. അത് പറഞ്ഞാൽ ആരെങ്കിലും ഈശ്വരനെ ഭജിക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്തായി? സന്താനം ഉണ്ടാവും, സന്താന സൂക്തം ചൊല്ലിയാൽ, സന്താന ഗോപാലൻ കഥ കേട്ടാൽ, എന്നാൽ കുട്ടികളില്ലാത്തവരതിലേക്ക് വരട്ടെ. കുചേലവൃത്തം കേട്ടാൽ ധനം ഉണ്ടാവും, ദരിദ്രന്മാർ അതിലേക്ക് വരട്ടെ. രോഗം മാറും, രോഗികളതിലേക്ക് വരട്ടെ. രോഗം മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാറിക്കൊള്ളുന്നൊന്നുമില്ല. മേപ്പത്തൂരിന് മാറി, അതേപോലെ വാതരോഗം വന്ന് ഭജിച്ച് മാറ്റാൻ നമുക്ക് കഴിയുമോ? ആലോചിച്ച് നോക്കൂ. കഴിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ എന്തിനാ അത് പറഞ്ഞത്? അങ്ങനെയെങ്കിലും ഈശ്വരനെ ഭജിച്ച് 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 അതിൻ്റെ രസം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്രമേണ അവൻ ഈ ബലത്തിലുള്ള ശ്രദ്ധ കളയും. അതിന് ഉദാഹരണം തന്നെ പറയും. കാരണം പണ്ട് ഈ വാഴക്കുന്നം ഈശ്വരനെ ഭജിച്ചു അത്രേ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രസം തോന്നും നമുക്ക്. ലോട്ടറി കിട്ടണം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതേ ഇരുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റ് എടുക്കും, ഇവിടെ ലളിതാ സഹസ്രനാമം ചോദിക്കും. ലോട്ടറി ഒന്നും കിട്ടിയില്ല, എത്രയോ ടിക്കറ്റ് എടുത്തു, ആ കാശ് പോയി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒന്ന് മനസ്സിലായി, ലോട്ടറി കിട്ടണേക്കാളും വലിയൊരു കാര്യം ഈ ഭജനത്തെ കൂടെ കിട്ടി, മനസ്സമാധാനം. അങ്ങനെ അദ്ദേഹം ടിക്കറ്റ് എടുത്തൽ നിർത്തി. പിന്നെയോ ഭജനം നിർത്തിയതുമില്ല. ഭജനം നിർത്താതെ വലിയ ഭാഗവതാചാര്യനായി. ഇതാണ് കൈതവധർമ്മം എന്നതിൻ്റെ ഒരു രൂപം. എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ചിട്ട് തുടങ്ങുക, പിന്നെയോ ആ ഫലമല്ല യഥാർത്ഥത്തിൽ ഈശ്വര ഭജനത്തിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കുന്നതിന് കൈതവധർമ്മം എന്ന് പറയും. ചുരുക്കം പറയുകച്ചാൽ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ അങ്ങനെ ഒരു കൈതവധർമ്മമില്ല. ഇവിടെ നിങ്ങളോട് ആദ്യം തന്നെ പറയണത് എല്ലാ ദുഃഖങ്ങളെയും പരിഹാരമാണ് ഭാഗവതമെന്നല്ല. അവിടെ നോട്ട് ചെയ്യുക. എല്ലാ ദുഃഖങ്ങളും ശ്രീമദ് ഭാഗവതം കൊണ്ട് പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. ആദ്യം തന്നെ സമ്മതിക്കുന്നു, കുട്ടികളില്ലാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെ ഈ ജന്മം കഴിക്കേണ്ടി വരും. രോഗികൾക്ക് ചില മാറാരോഗം മാറുമോ? ആലോചിച്ച് നോക്കൂ. ഒരു ജന്മനാ പോളിയോ പിടിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ഭജനം നടത്തിയാലും അത് മാറുക. അല്ലെങ്കിൽ ഒരു കൈയില്ലേ, അത് മാറില്ല. മാറാത്തത് മാറില്ല, ഉറപ്പാണ്. മാറണതേ മാറും. അപ്പം പിന്നെ ഈ ഭാഗവതം എന്തിനാ? ആ ദുഃഖം ഇല്ലാണ്ടാക്കാൻ. ദുഃഖമാണ് ഇല്ലാണ്ടാക്കണത്. സംഗതി അവിടെ അങ്ങനെ തന്നെ കിടക്കണു. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് കാര്യം സാധിച്ച പോലെ തന്നെയാണ്. ദുഃഖം ഇല്ലാണ്ടായാൽ പോരെ? അത് ആദ്യം തന്നെ ഭാഗവതം പറയുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ഇവിടെ വരിൻ എന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ദുഃഖങ്ങൾ കുറയ്ക്കാം എന്ന് ഭാഗവതം പറയും. അപ്പോൾ ഇത് കൈതവധർമ്മമല്ല. ഒരു പ്രലോഭനമോ ഒരു ആവശ്യമില്ലാത്ത വാഗ്ദാനമോ ഭാഗവതം കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സ് നേരെയാക്കുക. അങ്ങനെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനാ യഥാർത്ഥ ആത്മീയം എന്ന് പറയുന്നത്. എന്താണ്? ജയത്തെയും പരാജയത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ഒരേപോലെ എടുക്കണം എന്നല്ലേ ഗീത പറയണത്? അവിടെ പരാജയത്തെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരാജയം ഉണ്ടാവില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നെടുക്കാറായ പിന്നെ എന്തിനാ കുട്ടികൾ? പിന്നെ കുട്ടികളുടെ അത്യാവശ്യമില്ല. ഉണ്ടെങ്കിൽ നന്നായി എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലോ ഞാൻ ദുഃഖിക്കാൻ എന്നെ കിട്ടില്ല. ഇത് പറഞ്ഞ് ദുഃഖിക്കാൻ ഉള്ളതല്ല ജീവിതം. ആ ഒരു ബോധം. മഴ പെയ്യുന്നുണ്ടാവും, കുട പിടിക്കുക. കുട പിടിച്ചാൽ മതി, മഴയില്ലാണ്ടാക്കണ്ട.
മഴ ഇല്ലാണ്ട് ആവൂല്ല, ഇല്ലാണ്ടാക്കാൻ പറ്റൂല. കുട പിടിച്ചാൽ പോരെ, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ കയറി നിന്നാൽ പോരെ. ആ വീടാണ് ഭാഗവതം. ദുഃഖം അവിടെ ഉണ്ടായിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കാത്ത വിധത്തിലാക്കുക എന്നതാണ്. അത് ശ്രീബുദ്ധനോ മറ്റോ വേറെ ഏതോ പറഞ്ഞു ഒരു ഘട്ടത്തിൽ നമ്മൾ സുഖം കിട്ടാൻ നമ്മൾ പലതും ചെയ്യും ഇല്ലേ. വീടൊന്ന് മാറ്റി നോക്കും, ഈ വീട് ശരിയല്ല എന്ന്. ഭാര്യ അടക്കം മാറ്റണവരുണ്ട്, ഭർത്താവിനെയും ഡൈവോഴ്സ് കൂടെ ഇല്ലേ. കാറ് മാറ്റണു, ബംഗ്ലാവ് മാറ്റണു, എന്തൊക്കെ മാറ്റണു, എന്നിട്ട് സുഖം കിട്ടണില്ല. അപ്പം അദ്ദേഹം പറയാണ്, ഇതൊക്കെ മാറ്റണേക്കാളും എളുപ്പമല്ലേ നിങ്ങളുടെ മനസ്സാട് മാറ്റിയാൽ. ആ ഉള്ള സംഗതിക്കനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് ഒരെണ്ണം മാറ്റിയാൽ നിങ്ങൾക്ക് സുഖം കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, അത് എവിടേക്കും പോവും വേണ്ട. അതിന് പകരം മാറ്റി 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 കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആർക്കെങ്കിലും ഈ മാറ്റം കൊണ്ട് സുഖം കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. കാരണം അതല്ല സുഖത്തിൻ്റെ ആസ്പദി. മനപ്പരം കാരണം ആമനന്തി. എല്ലാ സുഖദുഃഖങ്ങളുടെയും കാരണം മനസ്സാ. അതിനെയാണ് മാറ്റിയാൽ മതി. അതിനുള്ള എളുപ്പമാർഗ്ഗമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഇവിടെ പ്രോച്ചിത കൈതവോത്ര ധർമ്മമാണ് പറയുന്നത്, കൈതവധർമ്മമല്ല. പ്രോച്ചിത കൈതവം എന്ന് പറഞ്ഞാൽ കൈതവമല്ലാത്തത്. ഇതിവിടേക്ക് വരൂ, യാതൊരു വാഗ്ദാനവും തരുന്നില്ല. അതിനു വേണ്ടി ആരും ഭാഗവതത്തിലേക്ക് വരണ്ട. ഉദ്യോഗം കിട്ടാനും കല്യാണം കഴിയാനും കുട്ടികളുണ്ടാവാനും ഒന്നും അല്ല ഭാഗവതം. എല്ലാറ്റിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബലശ്രുതി, ഇവിടെയും ബലശ്രുതി കഥയുടെ ഒപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ, പക്ഷെ അധികം പറയാത്തതാ. അധിക കഥകളുടെയും ബലശ്രുതി പറഞ്ഞിട്ടില്ല. ചിലത് പറഞ്ഞിട്ടുണ്ട്, പൃഥുവിൻ്റെ കഥയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂർഖൻ പണ്ഡിതനാവും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അത് കൂടുതലും ബലശ്രുതി, അത് പ്രക്ഷിപ്തമാണെന്ന് പറയുന്നവരുണ്ട്. ബലശ്രുതി പറയാത്ത കഥകളാണത്രേ ശ്രീമദ് ഭാഗവതത്തിലധികവും. ഇപ്പം ഫലത്തിലേക്കല്ല ശ്രദ്ധ വേണ്ടത്, എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് മനസ്സിനുണ്ടാക്കുക. അപ്പോൾ ദുർബലന്മാർക്കുള്ളതല്ല ഭാഗവതം, ശക്തന്മാർക്കുള്ളതാ, അല്ലെങ്കിൽ ശക്തി ഉണ്ടാക്കാനുള്ളവർക്കുള്ളതാ. ധർമ്മപ്രോച്ചിത കൈതവോത്ര ഭരമോ അത്ര വർണ്യതേ എന്ന് പറയാൻ കാരണതാ. ഒരു വാഗ്ദാനവും തരുന്നില്ല. നല്ല ഇലക്ഷന് മത്സരിക്കണ നേതാക്കൾ എന്താ പറയുക, ഒരു മോഹന വാഗ്ദാനവും ഞാൻ നിങ്ങൾക്ക് തരില്ല ഇപ്പോൾ. പക്ഷെ ഒന്ന് പറയാം, എൻ്റെ സർവ്വവിധ കഴിവ് ആത്മാർത്ഥതയും മനസ്സും ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം. നല്ലൊരു സ്ഥാനാർത്ഥി അങ്ങനെ അത്രേ പറയുക. മറ്റുള്ളവർ ഇവിടെ വിമാനത്താവളം കൊണ്ടുവരും, റെയിൽവേ ട്രാക്ക് കൊണ്ടുവരും, വേറൊന്നാണ്, അങ്ങനെയാണ് പെൻഷൻ 10,000 ആക്കും എന്നൊക്കെ മോഹന വാഗ്ദാനം കൊടുക്കും. ഒന്നൊട്ട് കൊടുക്കൂല്ല. എന്നിട്ട് അപ്പം അതിലും നല്ലത് എന്താണ്? വാഗ്ദാനം കൊടുക്കാത്തതല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഭാഗവതം. ഇന്നത് തരാം, അത് തരാം, ഇത് തരാം, നിങ്ങൾക്ക് ധനം ഉണ്ടാവും, ഇതൊന്നും ഭാഗവതം പറയണില്ല. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് പ്രോച്ചിത കൈതവോത്ര പരമോ ധർമ്മം, കൈതവമില്ലാത്ത ധർമ്മം. ഇതുകൊണ്ട് കിട്ടുന്നത് മനസ്സമാധാനമാണ്. ആ മനസ്സിനെ എങ്ങനെ മാറ്റാം, പഠിക്കാനുണ്ട്. അതാണ് ഭാഗവതം പറയുന്നത്. ഇനി വേറൊന്ന് പറഞ്ഞു, ആർക്കാണ് അർഹത, അധികാര്യം ഭാഗവതത്തിന്? നിർമത്സരാണാം, യാതൊരു മാത്സര്യബുദ്ധി പാടില്ല. നിങ്ങൾ പല മത്സരവും ചെയ്തോളൂ, ഭരതനാട്യ മത്സരമോ ഡാൻസ് മത്സരമോ കവിതാ ചൊല്ലൽ മത്സരമോ, പക്ഷേ ദയവ് ചെയ്തിട്ട് ഭാഗവത മത്സരവും ഗീതാ മത്സരവും നടത്തരുത്. എന്നിട്ട് അതിൽ ഫസ്റ്റ് പ്രഖ്യാപിക്കണ്ട. ഇത് അതിനുള്ളതല്ല. നിർമത്സരാണാം സദാം, മാത്സര്യബുദ്ധി ഇല്ലാത്തവർക്ക് ആ ഭാഗവതത്തിന് അധികാരം. എന്നിട്ട് പറഞ്ഞു, വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം, പ്രധാനപ്പെട്ട വസ്തുവായിട്ടുള്ള ഈശ്വരനെ അറിയിപ്പിക്കുന്നതാണ്. ശിവദം, സർവമംഗളങ്ങളും നൽകുന്നതാണ്. എന്താ സർവമംഗളങ്ങളും നൽകുന്നതാണെന്ന് പറഞ്ഞാൽ? ധനം, സ്വർണം, വീട്, വാഹനം അല്ല തന്നെ. ആ വാക്കുകളൊന്നും അവിടെ പ്രയോഗിച്ചില്ല. നമ്മുടെ വിചാരം അത് കിട്ടിയാൽ സുഖം കിട്ടും, ഇത് കിട്ടിയാൽ സുഖം കിട്ടുന്നല്ലേ. ഓരോന്ന് കിട്ടുന്തോറും ദുഃഖം കൂടുക ചെയ്യുക. ശിവദം എന്ന് പറഞ്ഞാൽ മനസ്സുഖം ലഭിക്കും, അതാണ് മംഗളം. അതിനെ വിവരിച്ചു താപത്രയോന്മൂലനം.
മൂന്ന് ദുഃഖങ്ങളുണ്ട് മനുഷ്യന്. പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവുന്ന ഇടിവെട്ട്, പ്രളയം, കൊടുങ്കാറ്റ്, പ്രകൃതിക്ഷോഭം, അങ്ങനത്തെയൊക്കെയാണ് ആദിദൈവികം. അതിദൈവത എന്ന് പറഞ്ഞാൽ പ്രകൃതി ആയ പുരുഷൻ. പിന്നെ മനഃശല്യങ്ങളാണ് ആധ്യാത്മികം. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ. അതില്ലാത്തവരൊന്നും ആരാളുള്ളത്? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാത്ത ഒരാളും ഇന്നില്ല. എന്നാൽ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഈ രോഗങ്ങൾ ഒരു പരിധിവരേക്ക് കുറവും ഉണ്ടാവും, ഒരു പരിധിവരേക്ക് സഹിക്കാനുള്ള ശക്തിയും ഉണ്ടാവും. സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒറ്റയടിക്ക് രോഗം മാറും എന്നല്ല പറഞ്ഞിരിക്കണം, കുറയുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ BP ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 55 വയസ്സ് വരെ BP എന്ന് പറയുന്ന സംഗതി എനിക്കുണ്ടായിട്ടില്ല. അത് കുറേയൊക്കെ വിഷ്ണു സഹസ്രനാമം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം പ്രായം കൊണ്ട് ചിലതുണ്ടാവും, അത് നോക്കാൻ പറ്റില്ല. എന്നാലും അപകടമായിട്ടുള്ള രീതിയിലൊന്നുമില്ല. അത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കഴിവാണ്. അക്ഷരങ്ങൾക്ക് അത്രയധികം എഫക്റ്റ് ഉണ്ട്. സർവ്വനാഡീഞരമ്പുകളെയും അത് ബാധിക്കത്രേ. എത്ര നാഡീഞരമ്പുകളുണ്ടോ അതിനെ മുഴുവനും ബാധിക്കുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. ചെറിയ സംഗതിയല്ല. അതേപോലത്തെ ഒരു എഫക്റ്റ് ശ്രീമദ് ഭാഗവതത്തിന് ഉണ്ട്. ആ ശ്ലോകങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ പാരായണം ചെയ്യുമ്പോഴോ ഉള്ള ആ എഫക്റ്റ് എന്താണ് എന്ന് പോലും ഗവേഷകർക്ക് പിടികിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. ഇതിപ്പോൾ വേദത്തിൽ പെടുത്തണോ ഉപനിഷത്തിൽ പെടുത്തണോ, ഏത് കാറ്റഗറിയിൽ? പുരാണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്നാണ് പലരും പറയണം. പുരാണത്തിന് ഇത്ര എഫക്റ്റുകളൊന്നും ബാക്കി ഒരു പുരാണത്തിനും ഇല്ലാത്രേ. വ്യക്തമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ശക്തി കേവലം അനുഭവം കൊണ്ട് അറിയേണ്ടതാണ്. അപ്പോൾ മനസ്സുഖം കിട്ടുന്നുള്ളത് പറയാനില്ല. രോഗങ്ങൾ മാറും. മനസ്സും രോഗവും ശരീരമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടായിരിക്കണത്. മനസ്സും ശരീരവും സൈക്കോ ഫിസിക്സ് സിദ്ധാന്തപ്രകാരം വളരെ ബന്ധപ്പെട്ടിരിക്കണം. മനസ്സാണ്, നല്ലൊരു മനസ്സുള്ളവർക്കേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ സുഖം ഉണ്ടാവില്ല. അപ്പം മനസ്സ്, പ്രകൃതി, രോഗങ്ങൾ, ഈ മൂന്നെണ്ണവും താപത്രയോന്മൂലനം, മനുഷ്യൻ്റെ 3 ദുഃഖവും ഇല്ലാണ്ടാക്കുന്നതിന് പര്യാപ്തമാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനത്തെ ശ്രീമദ് ഭാഗവതേ, എങ്ങനത്തെ ശ്രീമദ് ഭാഗവതം? മാത്സര്യമില്ലാത്തവർക്ക് പ്രോച്ചിത കൈതവമായിട്ടുള്ള ധർമ്മം, കള്ളത്തരോ ഒന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കലോ ഇല്ല. താപത്രയോന്മൂലനം, 3 ദുഃഖങ്ങളും ഇല്ലാണ്ട് ശിവദം, സർവമംഗളങ്ങളും തരും. 4 കാര്യമാണ് പറഞ്ഞത്. 1 പ്രോച്ചിത കൈതവം, കാപട്യമുണ്ട് എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇതിലേക്ക് വരുത്തുക, അങ്ങനല്ല. 2 നിർമത്സരാണാം, മത്സരബുദ്ധി വേണ്ട. ഇപ്പം ഭാഗവതത്തിലെ മത്സരബുദ്ധി എവിടെയും കാണുന്നതില്ലേ? അവിടെ സപ്താഹം, ഇവിടെ സപ്താഹം, എന്താ എന്നെ വിളിച്ചാൽ ഇവർക്ക് അവർ മാത്രമേ ഉള്ളൂ, എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇപ്രകാരമുള്ള മത്സരബുദ്ധി പാടില്ല. പിന്നെ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം, മംഗളങ്ങളെല്ലാം നൽകുന്നത് 3. താപത്രയോന്മൂലനം, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 ദുഃഖങ്ങളും ഇല്ലാണെങ്കിൽ 4 ഗുണമാണ് ഭാഗവതത്തിന് പറഞ്ഞത്. പ്രോച്ചിത കൈതവാന ധർമ്മമാണ്, നിമ്മത്സരന്മാർക്കുള്ളതാണ്, ശിവദം ആണ്, താപത്രയോന്മൂലനം ആണ്. ദുഃഖങ്ങളില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണല്ലോ ശിവദം. അങ്ങനത്തെ ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ, വേദവ്യാസനാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ കിം വാ പരൈ, ഇവിടെ പരയിന്ന് വരെയാണ് ഒരു ഭാഗം കേട്ടോ, ഈശ്വര എന്ന് വേറെ എടുക്കണം. അതാണ് അതുവരെ വായിച്ചത്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ, സംഹിതകൾ എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോണത്? പിന്നാലെ പോയാൽ എന്താ? മാഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞു ഭ്രമാവഹൈ, ഭ്രമുണ്ടാവും. ശരിക്കും പറയാച്ച ഭാഗവത ഉൾക്കൊണ്ടവർ വേറെ ഉള്ളത് കൈകാര്യം ചെയ്യാതിരിക്കുകയാണ് വേണ്ടതെന്നാണ്. ഒരു ദേവി ഭാഗവതമാണെങ്കിലും സ്കന്ദപുരാണാണെങ്കിലും വേറൊന്നാണെങ്കിലും വളരെ സൂക്ഷിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ പറയുന്നതിന് വിരോധമായിട്ട് പറയാം. അതിലൊക്കെ ദേവിയാണ്, ഇതിലൊക്കെ വിഷ്ണുവാണ്. ഇപ്പം ഏതാ ശരി? അവിടെ തന്നെ സംശയം വന്നില്ലേ? അപ്പോൾ ഭ്രമാവഹൈ എന്ന് മഹാത്മ്യത്തിൽ ഭ്രമം
ഉണ്ടാക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ പിന്തുടരണ്ട. ഒറ്റ ഒന്ന് മതി, ഏകം ഭാഗവതം ശാസ്ത്രം. ഇതൊരൊറ്റ ഒന്നിൽ ഓർപ്പിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മതം. പിന്നെ എന്തിനാ അപ്പം അതൊക്കെ എടുക്കണം? പേര് കിട്ടാൻ, കാശ് കിട്ടാൻ, കൊള്ളാം. ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നടത്തി കൊടുക്കണമെന്നേ ഉള്ളൂ, ആവശ്യമില്ല അത് എന്നാണ് പറയണത്. കിം വാ പരൈ, മറ്റ് ധർമ്മങ്ങളുടെ പിന്നാലെ എന്തിനാണ് വെറുതെ പോകുന്നത്? ഇതിലില്ലാത്തതുണ്ടെങ്കിലല്ലേ, ഇതിൽ വല്ലത് കുറവുണ്ടോ ശ്രീമദ് ഭാഗവതത്തിൽ വേറൊന്നു കിട്ടാൻ? ഒന്നുമില്ല. ഇനി ഈശ്വര എന്നുള്ള മുലക്ക് വേറെ കിം വാ പരൈ, ഇനി വേറെ ഭാഗമാണ് ഈശ്വര. സദ്യോകൃത്തവരുത്തതേത്ര, ആ ഈശ്വര അടുത്ത വരിയിലേക്ക് ചേർക്കേണ്ടതാണ്. എന്താണ് ശ്രീമദ് ഭാഗവതത്തിന് ഇത്ര ഗുണമുണ്ടെന്ന് പറയാൻ കാരണം, ഈശ്വരൻ സദ്യോകൃത്യവരുത്തതേ, ഹൃദയത്തിൽ ആവിർഭവിക്കും. ഹൃദയത്തിൽ ഈശ്വരൻ ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. എത്ര വലുതാന്ന് പറഞ്ഞാൽ തീരില്ല. പിന്നെ അവർക്ക് എന്തിനാണ് ക്ഷേത്രം, പുണ്യസ്ഥലങ്ങൾ? ഒന്നും ആവശ്യമില്ല. ഹൃദയത്തിൽ ഈശ്വരൻ ഉദിച്ചാൽ മറ്റുള്ളതൊക്കെ വ്യർത്ഥം. ഇത് തേടി പോകേണ്ട കാര്യമില്ല. കസ്തൂരിമാൻ അതിൻ്റെ നാഭിയിൽ നിന്നുണ്ടാവുന്ന സുഗന്ധം എവിടുന്നാണ് ഇന്ന് നിശ്ചയില്ലാതെ ലോകം മുഴുവൻ അന്വേഷിക്കും. എന്നിട്ട് കിട്ടുമോ? കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണേ. ഇത് മനസ്സിലാക്കാതെയാണ് ലോകം മുഴുവനെ ഓടണത്. ഓടിയിട്ട് എന്തുണ്ടാവണു? ഒന്നും ഉണ്ടാവണില്ല. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ ഭാഗവതം പോലെ ഇത്രയും നല്ല ഒരു മാർഗം വേറെയില്ല. നമ്മളത് ഉപാസിക്കുമ്പോൾ തോന്നും അതിൽ തന്നെയാണ് ഈശ്വരൻ. കുറെ കഴിയുമ്പോൾ തോന്നും മനസ്സിലാണ് ഈശ്വരൻ. ഇവിടെ പറഞ്ഞു സദ്യോ ഹൃദ്യ അവരുദ്ധതേത്ര കൃതിഭി, ഈശ്വര സദ്യോ അവരുദ്ധതേ, ഈശ്വരൻ വേഗം മനസ്സിൽ കയറി കൂടുന്നു, ആരോഹണം ചെയ്യുന്നു. ശുശ്രൂഷുഭി തക്ഷണാത്, ഇവിടെ പറഞ്ഞത് ശുശ്രൂഷുഭി എന്ന വാക്കിൻ്റെ അർത്ഥം കേൾക്കാൻ ആഗ്രഹിച്ചാൽ മതി എന്നാണ് പറയണത്. എനിക്ക് കുറച്ച് ഭാഗവതം കേൾക്കായിരുന്നു എന്ന് ആഗ്രഹിച്ചാൽ തന്നെ അവൻ മുക്തനായി എന്നാൽ, അപ്പം കേട്ടാലോ എത്ര ഗുണമുണ്ടാവണം. അവിടെ ശുശ്രൂഷുഭി എന്നുള്ള വാക്കിന് വേറെ ഒരു അർത്ഥം പറയും, കേൾക്കാൻ ആഗ്രഹത്തോടു കൂടി കേൾക്കണം. വെറുതെ കേട്ടാൽ പോരാന്നർത്ഥം. വന്നിരുന്നു, ഞാൻ ഭാഗവതം കേട്ടു, ഞാൻ സപ്താഹത്തിന് പോയി എന്ന് പറഞ്ഞതുകൊണ്ടോ വഴിപാട് ഷീട്ടാക്കിയതുകൊണ്ടോ ഒരു കാര്യമില്ല കേട്ടോ ഭാഗവതത്തിൽ. അത് കേൾക്കണം, കേൾക്കന്നെ വേണം. രുക്മിണി സ്വയംവരത്തിന് നഗരം മുഴുവൻ പ്രദക്ഷിണം വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളങ്ങനെ ചെയ്യണം, സപ്താഹം കൊണ്ടുപോകണം. നഗരപ്രദക്ഷിണം, രുക്മിണി സ്വയംവരം, ഘോഷയാത്ര. രുക്മിണി സന്ദേശത്തിൽ എന്താണ് പറഞ്ഞത് അത് ചോദിച്ചാൽ ഒരൊറ്റ ആൾക്ക് അറിയില്ല, ഒരാചാര്യനും പറയൂല. അങ്ങനെ പോരാ, കേൾക്കുക തന്നെ വേണം. ശുശ്രൂഷുഭി, ശരിക്കും സതുദ്ദേശത്തോടു കൂടിയിട്ട് അത് കേട്ടാൽ മാത്രം ഹൃദയത്തിൽ ഭഗവാൻ ആരോഹണം ചെയ്ത് അവിടെ ഇരിക്കും. ഭഗവാൻ അവിടെ സ്ഥാനം പിടിക്കും, ഇരിപ്പിടാക്കിയിട്ട് അവിടെ ഉറപ്പിക്കുക. പിന്നെ അവൻ ഈ ലോകത്തിൽ എന്ത് ദുഃഖം ഉണ്ടാവുക? ശുശ്രൂഷുഭി തക്ഷണ, താമസമുണ്ടോ? താമസേയില്ല. വളരെ വേഗം ഈശ്വര അനുഭവം ഉണ്ടാവുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതുണ്ടാവുമ്പോൾ എന്തിനാണ് വേറെ പുരാണങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്ന് വായിക്കാം. ധർമ്മപ്രോച്ചിത കൈതവോത്ര പരമോ, കൈതവ പ്രോച്ചിതം കള്ളത്തരില്ല. നിർമത്സരാണാം സദാം 2, വേദ്യം വാസ്തവമത്ലവതു ശിവദം, മംഗളം തരുന്ന 3, താപത്രയോന്മൂലനം, ആധ്യാത്മികമാതിഭൗതികമാതി ദൈവികം എന്നീ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കാരണം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിംവാ പരൈരീശ്വര, എന്തിനാ മറ്റുള്ളതിൻ്റെ പിന്നാലെ പോകണം? സദ്യോകൃത്തവരുത്തതേത്ര കൃതിഭി ശുശ്രൂഷുഭി തക്ഷണാൻ, കേൾക്കണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാൻ ആവിർഭവിക്കുന്നു. ഇതാണ് 2ാമത്തെ ശ്ലോകം. ബാക്കി അടുത്ത ഭാഗത്തിൽ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.